തുടങ്ങാം അല്ലേ? ആരിൽ നിന്ന് തുടങ്ങണം? അതാണ് ഒരു കൺഫ്യൂഷൻ. അപ്പൊ സംവിധായകൻ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. നമസ്കാരം. ബേബികൾ എന്ന സിനിമ, ഓക്കെ, ബേബികൾ എന്ന് പറയുന്ന സിനിമ പറയുന്നൊരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ത്രില്ലറാണ്, ഒരു ഫാമിലി എൻ്റർടൈനർ കൂടിയാണ്. നമ്മളിപ്പോൾ ഈ ട്രെയിലറിൽ കാണുന്ന പോലെ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒരു ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണെങ്കിൽ അതിൻ്റെ ഒരു എൻഡ് പോയിന്റ് വരുന്ന സമയത്ത് ഒരു വളരെ ഒരു ഹാർട്ട് വാർമിങ് അല്ലെങ്കിൽ ഫുൾഫില്ലിങ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന നിവിൻ സാറായാലും ശരി, സംഗീതമായാലും ശരി, ലിജുമോളായാലും ശരി, അഭിമന്യു ആയാലും ശരി, മറ്റ് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്ത വളരെ വലിയ വലിയ ആർട്ടിസ്റ്റ് ഈ സിനിമയിൽ ഉണ്ട്. അവരെല്ലാവരും അവരുടെ വർക്ക് വളരെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ എൻ്റെ ക്യാമറമാനായ ഫൈ നമ്മളൊരു ജനറിക് ആയിട്ടൊരു ബ്യൂട്ടി ഷോട്ട്സ് എടുക്കണം എന്നുള്ള പ്ലാൻ അല്ലാതെ വളരെ റോ ആയിട്ട് ഷൂട്ട് ചെയ്ത ഒരു ഫിലിമാണ് ഈ സിനിമ. അപ്പോൾ അത് ഫൈക്ക് അതിലൊരു വലിയ ക്രെഡിറ്റ് കൊടുക്കണം. അപ്പോൾ ഈ ട്രെയിലർ കണ്ട ആൾക്കാർ വളരെ എന്താ പറയുക, നമുക്ക് ഭയങ്കര ഇമേഴ്സീവ് എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യും എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഫൈയുടെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ട്. ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന സാം സി എസ് ആണ്. സാം സി എസ് വളരെ ബിസി ആയിട്ടുള്ള ഒരു ഷെഡ്യൂളാണ് നമുക്ക് ഇത്രയും നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതിനു വേണ്ടി ചെയ്തത്. സാം സി എസിന് ഒരു വലിയ താങ്ക്സ് ഇതിൽ പറയാനുണ്ട്. ഈ പടത്തിലൂടെ നമ്മളൊരു 3 ആർട്ടിസ്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഒന്ന് മൈഥിലി, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. മൃദുൽ ആൻഡ് അക്ഷയ്. സോ ഈ 3 പേർ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ്. വെരി പ്രൗഡ്ലി പ്രസന്റിംഗ് ടു ദം. ഈ സിനിമയിൽ ഓൾസോ ലോഞ്ചിങ് എൻ എഡിറ്റർ ഷൈജിന്റെ എഡിറ്റിംഗ് ഭയങ്കര ഒരു ടോക്ക് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സിനിമ റിലീസായി വരുമ്പോൾ. ആൻഡ് ഐ ഹോപ്പ് ഹി ഗെറ്റ്സ് എ ഗുഡ് നെയിം വിത്ത് ദിസ്. ഐ തിങ്ക് ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ബിഗ് താങ്ക്സ് ടു ലിസ്റ്റൻ ഫോർ ബാക്കിംഗ് ദിസ് പ്രോജക്റ്റ് ആൻഡ് സഞ്ജു ഏട്ടൻ. ഈ ഒരു ഇങ്ങനൊരു വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സിനിമ എഴുതി ഇതിനെ എൻ്റെ അടുത്ത് ട്രസ്റ്റ് ചെയ്ത് തന്ന് സഞ്ജുവേട്ടൻ ഒരു വലിയ താങ്ക്സ് ഉണ്ട്. ഈ സപ്പോസ് ടു കം ഹിയർ, പുള്ളി ഓൺ ദ വേയിലാണ് തോന്നുന്നത്. എല്ലാവർക്കും നമസ്കാരം. ബേബികൾ അങ്ങനെ 23rd റിലീസാവുകയാണ്. എന്താ പറയുക, കുറേ നാളുകൾക്ക് ശേഷം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് കേട്ടത് ബേബികളുടേതാണ്. ബോബി സഞ്ജയ് ഇതിനു മുമ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സിനിമകൾ അല്ലെങ്കിൽ കഥകൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഈ സ്ക്രിപ്റ്റായിരുന്നു ബേബികളുടെ. ഞാൻ വളരെ ഇമോഷണലി കണക്റ്റായിട്ട് എടുത്ത ഡിസിഷനാണ് ഈ സിനിമ ചെയ്യണം എന്നുള്ളത്. ഇതിൻ്റെ എന്താ പറയുക, മുമ്പും ട്രെയിലർ ലോഞ്ചിന് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഇത് നമ്മളെല്ലാവരും ഈ സിനിമയിൽ ക്യാരക്ടേഴ്സ് മാത്രമാണ്. കേന്ദ്ര കഥാപാത്രം അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ ബേബികൾ തന്നെയാണ്. ഇതിൻ്റെ കഥയും ഈ ബേബികളുമാണ് ഇതിൻ്റെ മെയിൻ. ബാക്കിയെല്ലാം നമ്മളതിൻ്റെ സപ്പോർട്ടിങ് ആയിട്ടുള്ള ആക്ടേഴ്സും എല്ലാമാണ്. അപ്പം ഇത് സംസാരിക്കപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് തോന്നി. ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന വാർത്തകൾ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ന്യൂസിലൊക്കെ വരുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു സിനിമയായിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവണം തോന്നിയെടുത്തൊരു ഡിസിഷനാണ് ബേബികൾ ചെയ്യാന്നുള്ളത്. ഈ സിനിമയുടെ പിന്നിലൊരു കോസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ ക്ലൈമാക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സിനിമ നമ്മളെല്ലാവരും പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഇതിൻ്റെ എൻഡാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. എല്ലാവരും നല്ല എഫേർട്ട് എടുത്ത് സിനിമ ചെയ്തിട്ടുണ്ട്. അരുണാണെങ്കിലും വളരെയധികം എഫേർട്ട് എടുത്ത് ചെയ്തതാണ്. പ്രൊഡക്ഷൻ്റെ സൈഡിലാണെങ്കിലും എല്ലാവിധ സപ്പോർട്ടും അരുണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല സിനിമ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ 23-ാം തീയതി വരുന്നത്. പക്ഷേ എല്ലാം പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. പ്രേക്ഷകർക്ക് വിട്ടുതരികയാണ്. നിങ്ങൾ സിനിമ കാണുക, കണ്ട് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് ഇൻ്റർവ്യൂസോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയല്ല. അത് സിനിമ കണ്ടാലാണ് മനസ്സിലാവുള്ളൂ. നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഇതായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. താങ്ക് യു. എല്ലാവരും ട്രെയിലറൊക്കെ കണ്ടിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് പരിപാടി.
മാറ്റുന്നതാണോ, അങ്ങനെയൊന്നുമല്ല. നമ്മളിങ്ങനെ കരിയറിൻ്റെ പാത്തിലൂടെ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ജംഗ്ഷനിൽ എത്തും, അവിടെ നിന്ന് ടേൺ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർ, ഇഷ്ടമുള്ളവരൊക്കെ നമ്മളുടെ കോമഡികളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്, അത് മാറ്റിയിട്ട് വേറെയും നീ എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്ന് സംസാരിച്ചു തുടങ്ങിയ സമയത്താണ് എന്നിലേക്ക് ഈ കഥ എത്തുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുമാണ് ഇതിൻ്റെ കഥ കേട്ടതും ചെയ്യാൻ തീരുമാനിച്ചതും പിന്നീടുള്ള എല്ലാ പ്രോസസ്സിലും ഇതിൻ്റെ കൂടെ നിന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു ശ്രമമാണ് ഒരു ടേൺ എടുക്കാനുള്ള. അങ്ങോട്ടേക്ക് കയറി ഇനിയെല്ലാം 23-ാം തീയതി നിങ്ങൾ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയുന്നതനുസരിച്ചിട്ടിരിക്കും നമ്മളുടെയും ഡിസിഷൻ, ട്രാവൽ കറക്റ്റ് ആയിരുന്നോ എന്ന് അറിയാം. അപ്പോൾ ഭയങ്കര പ്രതീക്ഷയോടെ, എല്ലാ സിനിമകളും പ്രതീക്ഷയോടെയാണ്, പക്ഷേ ഈ സിനിമ കുറച്ചുകൂടി പേഴ്സണലാണ്. പ്രോസസ്സിൽ തന്നെ ഭയങ്കര സന്തോഷം കിട്ടിയ, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നു 23-ാം തീയതി. എല്ലാവരും കാണുക. എന്നിട്ട് ജെന്യുവിനായിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒക്കെ നമ്മളെ തിരുത്താനും നമ്മളോട് പറയാനൊക്കെ, കാരണം ഇത്രയും ഞാൻ ചെയ്ത എല്ലാ സിനിമകളിലും നിങ്ങൾ തന്നെ അത്രയും അടുത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിലും എന്ത് തോന്നിയാലും പറയുക എന്നാണ് പറയുന്നത്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ജനുവരി 23-ന് ബേബി ഗേൾ റിലീസ് ചെയ്യാണ്. സഞ്ജയ് ചേട്ടൻ ആദ്യമായിട്ട് ഇതിൻ്റെ കഥ എൻ്റെ അടുത്ത് നറേറ്റ് ചെയ്ത സമയം തൊട്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഒരുപാട് സന്തോഷത്തോടെ ചെയ്ത ഒരു പ്രൊജക്റ്റാണിത്. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയും ക്യാരക്ടേഴ്സും എല്ലാം അങ്ങനെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഇതിലുള്ള എല്ലാവരും, ഇപ്പോൾ നിമിചേട്ടൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഇതിൽ അങ്ങനെ ഒരു നായിക അല്ലെങ്കിൽ നായകൻ അങ്ങനെയല്ല, ഇതിൻ്റെ കഥ തന്നെയാണ് ഇതിനെ ലീഡ് ചെയ്യുന്നത്. അതേപോലെ ഇതിൻ്റെ ബേബി ഗേളിനെ ചുറ്റിപ്പറ്റിയാണ് ഇതിൻ്റെ കഥ നടക്കുന്നത്. അപ്പോൾ ഇതിലുള്ള എല്ലാ ആക്ടേഴ്സും അവരുടെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് എല്ലാവരുടെയും വന്നിരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇൻറ്റൻസ് ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് എല്ലാവരുടെയും പെർഫോമൻസ് അത്രത്തോളം ആവശ്യമുള്ളൊരു സിനിമയും കൂടിയായിരുന്നു. അതെല്ലാവരും അവരുടെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ എല്ലാവർക്കും മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നമസ്കാരം, ഞാൻ ഫൈസിൽ. ഈ ബേബി ഗേൾ എന്ന് പറഞ്ഞ പടം എനിക്ക് ഭയങ്കരമായിട്ട് പ്രഷർ ഉണ്ടാക്കിയൊരു പടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വൺ ഡേ നടക്കുന്ന സ്റ്റോറിയാണ്. പിന്നെ ഈ പറയുന്ന അന്ന് മഴ വന്നിട്ടുണ്ടായിരുന്നു, വെയിലുണ്ടായിരുന്നു. ഈ പറഞ്ഞ 4 ദിവസം പ്രായമുള്ള കൊച്ച് ഓരോ ദിവസവും ഷൂട്ടിൻ്റെ ചാർട്ടിങ് അനുസരിച്ച് വളർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് 3 വയസ്സുള്ള കൊച്ച്, 3 ദിവസം മാത്രം പ്രായമുള്ള കൊച്ചായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. പ്രത്യേകിച്ച് ഇത്രയും പ്രായം ചെറുതായതുകൊണ്ട് തന്നെ വളരുന്നത് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പം അത് നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഷൂട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ മഴ വരുന്നു, അപ്പോൾ ലൈറ്റ് കണ്ടിന്യൂറ്റി കിട്ടില്ല. ഇങ്ങനെ വളരെയധികം ടെൻഷൻ ഉണ്ടാക്കിയൊരു മൂവിയാണ്. സോ എനിക്ക് 3-4 വെള്ളം മുടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പേരിൽ ടെൻഷനായിട്ട്. പിന്നെ ഈ പറയുന്ന ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് അതിൽ ഫസ്റ്റിൻ്റെ ബോബി സെഞ്ചി എന്ന് പറഞ്ഞ പേര് കാണിക്കുമ്പോൾ തന്നെ, കാരണം ഞാൻ ഈ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ കാണുമ്പോഴൊക്കെ ഇവരുടെ ഭയങ്കരമായിട്ട് എനിക്ക് മുംബൈ പോലീസ് ആവട്ടെ, ഈ പറഞ്ഞ അയാൾ ഞാൻ തമ്മിലാവട്ടെ, ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ക്യൂരിയസ്, ട്രാഫിക് ആവട്ടെ. അപ്പം അങ്ങനെയുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെ സ്ക്രിപ്റ്റ് കയ്യിൽ വരുമ്പോൾ അത് വായിക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ വായിച്ചതിന് ശേഷം എനിക്ക് 3-4 കൺഫ്യൂഷൻസ് വന്ന സമയത്ത് തന്നെ ഞാൻ അരുമ്പോഴോട് ഞാൻ ചോദിച്ചു കൺഫ്യൂഷൻസ്. അപ്പം തന്നെ അവിടുന്ന് സ്പോട്ടിൽ തന്നെ സജഷൻ വിളിച്ചിട്ട് അത് ഇമ്മീഡിയറ്റ്ലി ക്ലാരിറ്റി തരികയാണ്. അതെനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ട് അത് എന്നെ ക്ലാരിറ്റി വരുത്തായി. വീട്ടുകാർക്ക് വേണമെങ്കിൽ പറയാം അത് അങ്ങനെ അല്ലെങ്കിൽ എന്നൊക്കെ പറയാം, പക്ഷെ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ട് അടുത്ത് സംസാരിച്ചപ്പോഴേക്കും ഞാൻ ഉറപ്പിച്ച് നോക്കിയത് ചെയ്യാമെന്നുള്ളത്. കാരണം അതാണ് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ, അതാണ്. സോ അത് ഇന്നായി ഈ പറയുന്ന നമുക്ക് ഭയങ്കര ഫാസ്റ്റായി ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റി. കാരണം അത് തീർക്കേണ്ട ഒരു പടമാണ്. കാരണം അത്രയും, കാരണം ഈ പറഞ്ഞ പോലെ ആദ്യം തന്നെ ഡയറക്ടറും ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ബ്യൂട്ടി ഷോട്ട്സ് എന്നൊരു പരിപാടി ഇല്ല. കാരണം അതിനുള്ളൊരു ലൈറ്റിംഗ് ടൈമോ പരിപാടിയോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പടത്തിന് ഭയങ്കരമായിട്ട് ബാധിക്കും. സോ അതുകൊണ്ട് റിയൽ ആൻഡ് റോ ചില സമയത്ത് നമ്മൾ 4 ക്യാമറ 5 ക്യാമറ യൂസ് ചെയ്തു. പിന്നെ ട്രിവാൻഡ്രത്ത് അത്രയും ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ പാളയം മാർക്കറ്റൊക്കെ ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു. കാരണം
ഇടയ്ക്ക് നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്ത് മുഖ്യമന്ത്രി പാസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ 1 hour നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ് ഷൂട്ട്. ആ ഷൂട്ട് 1 hour സ്റ്റോപ്പ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ അടുത്ത് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യണം. സോ ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ക്രൂഷ്യൽ സ്റ്റേജിലൂടെയാണ് പോയത്. പക്ഷേ ഞാൻ രാവിലെ ക്യൂബിൽ ഔട്ട് കണ്ടപ്പോഴൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ വേയിൽ പറയാണ്. സോ ഇറ്റ്സ് ലൈക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന നല്ലൊരു മൂവിയാണ്. എല്ലാവരും 23rd പോയി കാണുക. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എനിക്കും ഇതെല്ലാവരും മാക്സിമം പറഞ്ഞിട്ടുണ്ടല്ലോ, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഈ വരുന്ന 23rd മൂവി റിലീസാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു പോസ്റ്റർ കാണുമ്പോൾ തന്നെ അറിയാം, അത്രയും നല്ലൊരു പ്രൊഫൈലുള്ള, അത്രയും നല്ലൊരു ടീം ആൻഡ് ക്രൂ, ഇവരുടെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. സോ ഞാൻ വളരെ ഹാപ്പിയാണ് ഇതിൽ വർക്ക് ചെയ്തതിലും. എല്ലാവരും പോലെ തന്നെ ഞാനും വളരെ എക്സൈറ്റഡ് ആണ് ഇതൊരു ബിഗ് സ്ക്രീനിൽ കാണാൻ. കാരണം ഒരു 24 hours നടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് എത്രയും ദിവസം ഷൂട്ട് ചെയ്ത് അതെങ്ങനെയാണ് വന്നിരിക്കുന്നത്, എനിക്കും വളരെയധികം ക്യൂരിയസ് ആണ് അത് കാണാൻ വേണ്ടിയിട്ട്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ കണ്ടിട്ട് നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ എല്ലാവരും അറിയിക്കണം. താങ്ക് യു. വളരെയധികം സന്തോഷമുണ്ട്. ബോബി സഞ്ജയ് മാജിക് ഫ്രെയിംസ് എന്ന സിനിമാ കമ്പനിക്ക് മാജിക് ഫ്രെയിംസ് എന്ന് പറയുന്ന പേരിട്ടത് ബോബി സഞ്ജയ് ആണ്. എൻ്റെ ഫസ്റ്റ് പടമായ ട്രാഫിക് മുതൽ അങ്ങോട്ട് 3-4 സിനിമകൾ ചെയ്യാനായിട്ട് പറ്റി. ഇപ്പോൾ ലാസ്റ്റ് വന്ന് ബേബികളിൽ എത്തി നിൽക്കുമ്പോൾ അരുൺ വർമ്മയായിട്ട് അത് കൊളാബ് ചെയ്യാനായിട്ട് പറ്റിയത് ഒരു വലിയ സന്തോഷമായിട്ട് തന്നെ തോന്നുന്നു. കാരണം ഇവരുടെ രണ്ടുപേരുടെയും ഒരു ടേസ്റ്റിനൂടെ പറ്റിയൊരു സിനിമയാണ് ബേബികൾ. പല സിനിമകളും പലതരമാണെങ്കിൽ കൂടി ബേബികൾ കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഇനിയിപ്പോൾ നിവിൻ തന്നെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു കഥ കേൾക്കുമ്പോൾ ഇത് നമുക്ക് നിവിനെ എങ്ങനെ ഇത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തോന്നിയോ അതുപോലെ തന്നെയാണ് എനിക്കിത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും തോന്നിയത്. സോ അത് ഈ കഥയുടെ ഒരു പ്രത്യേകതയാണ്. ഞാൻ ഇതിൻ്റെ ട്രെയിലർ ലോഞ്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സിനിമയിൽ ഞാൻ ഇന്നും നിവിനോട് പറയുകയെ. കാരണം സാധാരണ ഒരു ഗതിയിൽ നമ്മളൊരു പബ്ലിസിറ്റി കുറച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ മെറ്റീരിയൽസ് വെളിയിലേക്ക് പോകണം എന്ന് പറയേണ്ടത് അതിൻ്റെ ഹീറോയാണ്. അപ്പം നിവിൻ തന്നെയാണ് ഇപ്പം പറഞ്ഞ എല്ലാം കറക്റ്റാണ്. പടം ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ഓഡിയൻസ് പറഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ. കാരണം ഞങ്ങൾ തന്നെ ഒരുമിച്ച് ചെയ്ത സിനിമകളിലൊക്കെ ഞങ്ങൾ പബ്ലിസിറ്റിയുടെ ഒക്കെ അല്ലെങ്കിൽ ടു ദ എക്സ്ട്രീം ലെവൽ വരെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമ ഹിറ്റാണെങ്കിൽ അല്ലെങ്കിൽ നല്ല പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ സിനിമ വർക്കൗട്ട് ആവുള്ളൂ എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്ന ഒരു പ്രൊഡ്യൂസറൂടെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും പബ്ലിസിറ്റി ആവശ്യമാണ്. ഈ സിനിമയിൽ ഒരു ഹ്യൂമറില്ല, ഒരു പാട്ടില്ല, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൂടെ ഉണ്ട്. അപ്പോൾ സിനിമയാണ് സംസാരിക്കേണ്ടത്. അപ്പം ആ സിനിമ 23-ാം തീയതി ഇറങ്ങുമ്പോഴും മനസ്സിലാവും ഞങ്ങൾ ഇവിടെ ഒരു ലിമിറ്റേഷൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് സിനിമ ഇറങ്ങി കഴിയുമ്പോഴും മനസ്സിലാവുള്ളൂ. പക്ഷേ ഈ സിനിമ ഒരു ടോട്ടാലിറ്റി നോക്കുമ്പോഴും എന്താണ് എല്ലാവരും ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. കാരണം ഇപ്പം തന്നെ ഈ സിനിമകളൊക്കെ അറിയാം, എല്ലാ സിനിമകളും ബിസിനസ് പോലും ഇപ്പോൾ നടക്കുന്നില്ല. അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ ഈ സിനിമ നമുക്ക് പ്രീവിയസായിട്ട് ഇതിൻ്റെ ഒരു ബിസിനസ് കൂടെ നടക്കുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം അവരത് കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ട് കമ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് ഒരു വലിയൊരു കാര്യമാണ്. അപ്പം അത് അവരൊക്കെ അത് എടുക്കുക എന്ന് പറയുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒക്കെ സിനിമ എടുക്കുക എന്ന് പറയുന്നത് കുറേ അധികം പേര് കാണുകയും അപ്പം അതിൻ്റെ മജോറിറ്റി യെസ് പറയുമ്പോഴാണ് എടുക്കുക. അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട് അതൊരു കമ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പം അതും ഇന്നാണത് സംഭവിച്ചത്. അപ്പം ഞങ്ങൾക്കത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പം അതൊക്കെയാണ് ഈ ബേബികളിൻ്റെ ഒരു പ്രത്യേകതയും ബലവും. അപ്പം 23-ാം തീയതി ഇനി അത് പ്രേക്ഷകരൂടെ തന്നാൽ ഞാനും കുറച്ച് സാമ്പത്തികമായിട്ട് ടൈറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പം അതൊന്ന് രക്ഷപ്പെടാനൂടെ ഉള്ളൊരു മാർഗമാവും. അപ്പം ഞാനത് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു. ഭയങ്കരമായിട്ട് ഇപ്പോൾ പ്രാർത്ഥനയൊക്കെയാണ്. അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. താങ്ക് യു. മൈക്ക് ഒന്ന് കൈപൊക്കിയാൽ മൈക്ക് അവിടെ എത്തിക്കാം. മൈക്ക് വേണ്ടാത്ത ആള് തുടങ്ങി അല്ലേ?
അല്ലെങ്കിൽ അത്തരം സബ്ജക്റ്റാണ് 4 ദിവസം പ്രായമുള്ള ഒരു കുട്ടിയെയാണ് ഇവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചത്. അപ്പോൾ ഇത് കാണുമ്പോൾ ആ കുട്ടിയെ ഒന്ന് എടുത്തു പിടിച്ചുകൊണ്ടുള്ള ആ ഒരു അഭിനയം എങ്ങനെയായിരുന്നു? ആക്ച്വലി പറയുകയാണെങ്കിൽ അതിന് നന്ദി പറയേണ്ടത് എൻ്റെ അച്ഛനോടും അമ്മയോടുമാണ്. കാരണം 4 ദിവസമായിട്ടുള്ള ഒരു കുട്ടി ജനിച്ചിട്ട് ആ കുട്ടീനെ കൊണ്ട് സെറ്റിൽ വരുന്നുണ്ട്. സെറ്റിൽ എല്ലാവർക്കും അറിയാം ഒരു അത്ര എളുപ്പമല്ലല്ലോ. അപ്പോൾ അവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ന്യൂ ബോൺ ബേബിക്ക് പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ല ഒരു ഷൂട്ടിംഗ് സ്ഥലം. പക്ഷെ അതിന് ബില്ലിങ്ങായിട്ട് അച്ഛനും അമ്മയും അതിന് നിൽക്കുകയും അമ്മക്ക് ഒരുപാട് കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ കൊച്ചു ഫുൾ ടൈം കരച്ചിലായിരിക്കും, അല്ലെങ്കിൽ കൊച്ചിനെ ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ കൊച്ചിനെ ഉറങ്ങണം. 4 ദിവസമല്ലേ ആയുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവരും ഡിസ്റ്റർബാണ്. കാരണം കൊച്ചിനൊന്നും സംഭവിക്കരുത്. കാരണം പല അസുഖങ്ങളും വരാൻ സാധ്യതയുള്ളതാണ് ഇനീഷ്യൽ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ സബ്ജക്റ്റ് നടക്കണമെന്ന് എനിക്ക് തോന്നുന്നു അഖിലിന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അഖിൽ അതിനു വേണ്ടി ഫുൾ സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ കൂടെ നമുക്ക് എല്ലാവർക്കും ടെൻഷനാണ്. കാരണം എന്തെങ്കിലും ഈ കുട്ടിക്ക് സംഭവിച്ചാൽ അത് നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഭാഗ്യത്തിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. ജനിച്ച കുട്ടികൾ എടുക്കുക എന്ന് ഭയങ്കര പാടാണ്. പക്ഷെ അത് മാത്രമല്ല, അത് കൊച്ചിനെ കൊണ്ട് നമ്മൾ ഓടണം, വണ്ടി കയറണം, ഇറങ്ങണം, ഇങ്ങനെ കുറേ പരിപാടികളുണ്ട് പടത്തിൻ്റെ അകത്ത്. പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഒരു ഷൂട്ടിംഗ് തീർക്കാൻ സാധിച്ചു. അപ്പോൾ അച്ഛനോടും ആ കുട്ടിയുടെ അച്ഛനോടും അമ്മയോടും നന്ദി പറയുന്നു. നമുക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ എടുക്കുന്ന ഒരു തീരുമാനം ഭയങ്കര വലിയ തീരുമാനമാണ്. ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ അങ്ങനെ തീരുമാനം എടുക്കുമല്ലോ, എനിക്ക് ഭയങ്കര പേടിയുള്ളതാണ്. പക്ഷെ അവരത് ഈ സിനിമയുടെയും ഈ സ്ക്രിപ്റ്റിൻ്റെയും ഈ സിനിമ നടക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇതിൻ്റെ കൂടെ നിന്നു എന്ന് പറയുന്നത് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ അത് ഓൾറെഡി അവർ എനിക്ക് തോന്നുന്നു അവർ സംസാരിച്ച് അതെല്ലാം ഓക്കെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയായിരുന്നു. അതാണ് മാജിക് ഫ്രെയിംസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു വളർച്ച. കാര്യം മാജിക് ഫ്രെയിംസിലെ നമ്മുടെ സിനിമകളിലെല്ലാം നോക്കുന്ന ആളാണ് അഖില്, സന്തോഷ്, അങ്ങനെ ഇതുണ്ട്. അപ്പം ഈ ടാസ്ക് ആരെടുക്കും? അപ്പം അഖിലിനെ സംബന്ധിച്ച് അഖില് കുറച്ച് ജൂനിയറാണ്. അപ്പം ഇങ്ങനെ കറക്റ്റായിട്ടൊരു ഇത്ര ദിവസമുള്ളൊരു കുട്ടി വരണം, അപ്പം അഭിനയിക്കണം, ഒപ്പം ഉണ്ടാവണം. അപ്പോൾ ഇത് പുറത്തുനിന്നും ഇങ്ങനെ ഒരു കുട്ടീനെ കിട്ടുമെന്ന് ഡൗട്ട് ഉള്ളത് കൊണ്ടിട്ടും നമ്മുടെ ഒരു വിഷമം ഈ സ്ക്രിപ്റ്റ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം അഖില് പറഞ്ഞു, സാറേ ശമ്പളം കൂട്ടി തന്നാൽ മതി, ഞാൻ ആ ടാസ്ക് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അഖില് അപ്പോൾ ആ ടാസ്ക് ഏറ്റെടുക്കുകയും നിവിനോടും കൃത്യമായിട്ട് പറഞ്ഞു, കൊച്ച് ഇന്ന ദിവസത്തെ ഏകദേശം ഇതാവും, അപ്പോൾ നിവിനത് കറക്റ്റായിട്ട് ഡേറ്റ് തരണം, പണി തരരുത്, ഇതെല്ലാം. അല്ലെങ്കിൽ സാധാരണ രീതിയിലെ ഡേറ്റുകൾ ഇപ്പോൾ ഒക്കെ മാറിപ്പോവാലോ, പ്രീവിയസ് സിനിമകളുടെ എന്തെങ്കിലും ഡേറ്റ് ക്ലാസ് കൊണ്ടിട്ടോ അങ്ങനെയൊക്കെ. അപ്പൊ അതുകൊണ്ട് അത്രയും അധ്വാനിക്കുന്ന വർഗത്തിന്റെ ഒരു ഭാഗം അഖിലിന്റെയും വൈഫിന്റെയും ഒക്കെ ഒരു എഫേർട്ട് മൂലമാണ് ഇങ്ങനെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഈ കുട്ടീനെ കിട്ടുകയും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത പോലെ തന്നെ ഷൂട്ട് നടക്കുകയും എത്തുകയും ചെയ്തത്. ബാക്കിയുടെ അല്ല, അതിപ്പോ നമ്മള് 4 ദിവസം പ്രായമുള്ള കുട്ടിയെ ഷൂട്ടിങ്ങിന് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി പ്ലാൻ ചെയ്യുമ്പോൾ അതത്ര വലിയ കേസല്ല. ഡെയിലി നമ്മൾ ഷൂട്ട് പോകുമ്പോൾ ഒരു ദിവസത്തിനൊക്കെ നമുക്കൊരു കുട്ടിയെ ഈസിയായി കിട്ടും. അപ്പൊ അങ്ങനെ ഈസിയായി ആലോചിച്ചതായിരുന്നു. ഒരു ലാസ്റ്റ് ഒരു 3 മാസമായിട്ട് നമുക്ക് കുട്ടിയെ കിട്ടാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ് അഖിലിന്റെ മറ്റേ വൈഫ് പ്രസവിക്കുന്നതും. അപ്പൊ ഞങ്ങൾക്ക് അഖിലിനോട് ചോദിക്കണം എന്നുണ്ട്, പക്ഷെ എങ്ങനെ ചോദിക്കാന്ന് അറിയുന്നില്ല. അപ്പൊ അഖിലിന് ഭയങ്കര പ്രഷർ കൊടുത്ത് പാസ്സാൻ അഖിൽ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം നിങ്ങളൊന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, വീട്ടിൽ ചോദിക്കും, ഫാമിലിയോട് ചോദിക്കും, അവർക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം. കാരണം 4 ദിവസം എന്ന് പറയുമ്പോൾ ഇമ്മ്യൂണിറ്റി പോലും പ്രോപ്പർ ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ പറയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ട് സമയത്ത് വളരെ ആ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി വളരെ സ്പെഷ്യൽ കെയർ ആൻഡ് കൺസേൺ കൊടുത്തിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. അതിൻ്റെ സേഫ്റ്റി നോക്കുന്നതും നമ്മൾ ട്രിവാൻഡ്രം ഏപ്രിൽ മെയ് എന്ന് പറയുന്നത് ഭയങ്കര വെയിലുള്ള സമയമാണ്. അപ്പോൾ വളരെ മിനിമലായിട്ട് നമ്മൾ എക്സ്പോസ് ചെയ്യുക. നമ്മൾ അഥവാ ഭയങ്കര സിൻസ് ഈ സിനിമ പാവമായിട്ടൊരു സ്പേസിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കുട്ടിക്ക് അതുകൊണ്ട് പ്രശ്നം ഉണ്ടായത് പറയുന്നത് ഒരുപാട് സ്പേസുകൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വന്നു. സെറ്റ് ചെയ്ത് അതിനെ സാനിറ്റൈസ് ചെയ്ത് അങ്ങനെയായിരുന്നു കുട്ടിയെ വെച്ച് ഷൂട്ട് ചെയ്തു. സോ അതിന് എല്ലാ പ്രിക്കോഷണറി മെഷേഴ്സും നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും ബിഗ് താങ്ക്സ് ടു അഖിൽ ആൻഡ് ഹിസ് ഫാമിലി. കാരണം ഞാൻ പോലും ചിലപ്പോൾ എൻ്റെ സിനിമയ്ക്ക് എൻ്റെ കൊച്ചിനെ കൊടുക്കുന്നതായില്ല. താങ്ക്സ് ടു ദം. അയാളുടെ പാഷനാണ്, അയാളുടെ ഫാമിലിയായിട്ട് അംഗീകരിച്ചത് വലിയൊരു കാര്യമാണ്.
അല്ലെങ്കിൽ ഈ സിനിമ ഇന്നില്ല നോക്കിയിട്ടില്ല. ശമ്പളം കൂട്ടിക്കൊടുത്തായിരുന്നു. ശമ്പളം കൂട്ടിക്കൊടുത്തായിരുന്നു. അവനതിലും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ജിൻഭായ്, സർവം വിജയം ആശംസകൾ. ലഭിക്കാൻ താങ്ക് യു. മിതിയിൽ വെച്ചാണ് നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടുമുട്ടിയത്. പട്ടം, പേട്ട, വെള്ളയമ്പലം, വേർക്കട, ഈ എങ്ങനെയാണ് തിരുവനന്തപുരത്തിന്റെ എക്സ്പീരിയൻസ് ഈ സിനിമയുടെ ഷൂട്ടിംഗ്? ലൊക്കേഷൻ തിരുവനന്തപുരമല്ലായിരുന്നോ? തിരുവനന്തപുരം എക്സ്പീരിയൻസാ. തിരുവനന്തപുരം നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണല്ലോ. വീതി ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ബേബികൾ രണ്ടാമത് ഷൂട്ട് ചെയ്തു. അവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളൊക്കെ കാണാൻ സാധിച്ചു. ചേട്ടൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ ചേട്ടൻ്റെ ഫസ്റ്റ് സിനിമയാണ് ട്രാഫിക്. അത് റിലീസാകുന്നത് 2011 ജനുവരിയിലാണ്. 15 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ജനുവരിയിലാണ് ബേബികൾ വരുന്നത്. ഈ സിനിമ കുറച്ചും കൂടി ചേട്ടൻ വളരെ ഇമോഷണലായിട്ട് ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇമോഷണലായിട്ട് വളരെ സിനിമയെ സമീപിക്കുന്ന ആളായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിരുന്നത്. അപ്പോൾ ചേട്ടൻ ചോദിച്ച് മേടിച്ച സിനിമയാണോ അതോ കോയിൻസിഡൻഷ്യലി ഇങ്ങനെ വന്നതാണോ? ഇതെല്ലാം ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സഞ്ജയ്, ഞാൻ എൻ്റെ ഓരോ സിനിമകളിലും ഉള്ള പേരാണ് ബോബി സഞ്ജയ്. കാരണം എനിക്കൊരു തുടക്കം തന്ന ഒരാൾ. കാര്യം ഞാൻ അദ്ദേഹം അല്ലെങ്കിൽ അവർ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടാണ് വന്നതെങ്കിൽ പോലും മിക്ക സിനിമകളും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടായ്മ വേണം എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് ഈ സിനിമ സംഭവിച്ചത്. പിന്നെ ഞങ്ങൾക്കിത് ഡിസംബർ അല്ലെങ്കിൽ ജനുവരി 7th ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത്. അപ്പം ഞങ്ങൾ ഈ സിനിമയുടെ റെക്കോർഡിങ്ങും അതൊക്കെ കുറച്ച് ലേറ്റായി പോയത് കൊണ്ടിട്ട് അത് ആ സമയത്ത് സംഭവിച്ചില്ല. അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടെ ഏർലി ആയിട്ട് ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു. പക്ഷെ ഇത്ര വർഷം കഴിഞ്ഞിട്ട് ജനുവരിയിൽ തന്നെ ഈ സിനിമ ചെയ്യാൻ പറ്റിയതും ഞങ്ങളുടെ ഒരു വലിയൊരു സന്തോഷമാണ്. സഞ്ജയ് വന്നിട്ടുണ്ട്, നിങ്ങളുടെ റൈറ്റർ. ആദ്യമായി ലേറ്റ് ആയിട്ട് വന്നതിന് സോറി. ഈ ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ഗരുഡന്റെ സമയത്താണെന്ന് വേണേൽ പറയാം. കാരണം അരുണും ഞങ്ങളും തമ്മിൽ ഈ ഗരുഡന്റെ 1-2 സ്ക്രിപ്റ്റ് സിറ്റിങ്ങിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ ഗരുഡൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അരുണുമായിട്ടൊരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി. കാരണം എവിടെ ഒരു വൈബ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അതിനുശേഷം ഗരുഡൻ കഴിഞ്ഞ ഞങ്ങൾ പല കഥകൾ ആലോചിച്ചെങ്കിലും ഈ എല്ലാ കഥകളുടെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് തോന്നിയത് മുൻപ് കണ്ട സിനിമകളെ എവിടെയൊക്കെയോ ഓർമ്മപ്പെടുത്തുന്നു എന്ന രീതിയിലുള്ള പ്രശ്നം തോന്നിയിരുന്നു. അങ്ങനെ അല്ലാത്ത ഒരു കഥ വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധവും വേണം. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് ആയിരുന്നു. ഒരു കഥ ഞങ്ങൾ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തതിന് ശേഷം അത് വേണ്ടതൊക്കെ. ആ ഇടയ്ക്കാണ് പത്രത്തിലൊരു വാർത്ത കാണുന്നത്. ഈ വാർത്ത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതേ വാർത്ത പല സ്ഥലങ്ങളിലായി ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ആ വാർത്ത ഒരു സിനിമയ്ക്ക് വേണ്ടി നോക്കിയപ്പോൾ ആ വാർത്തയിൽ ഒരു ഭയങ്കര പ്രത്യേകത ഉള്ളതായിരുന്നു. ഭയങ്കര യാദൃച്ഛികമായിട്ട് അതേ സമയത്താണ് എറണാകുളത്ത് ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് നടക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ ഒരു പുതിയ സിനിമയുണ്ട്, അല്ലെങ്കിൽ വന്നിട്ടില്ലാത്തൊരു സിനിമയുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെയാണ് ഞങ്ങളിത് ലിസ്റ്റിനോട് പറയുന്നത്. ശരിക്കും ലിസ്റ്റിനോട് ഞങ്ങൾ പറയുന്നത് വെറും 2 വരിയാണ്. ഈ 2 ഇൻസിഡൻസിന്റെ 2 വരിയാണ്. അവിടെ ലിസ്റ്റിൽ ഞങ്ങളോട് കാണിച്ചൊരു ട്രസ്റ്റാണ് ബേബികൾ. കാരണം ആ സമയത്ത് ഈ സിനിമ ഉണ്ടായിരുന്നില്ല, ഈ 2 ഇൻസിഡൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ലിസ്റ്റിൽ ഞങ്ങളോട് ഗോ ഹെഡ് തന്നിടത്താണ് ബേബികൾ തുടങ്ങുന്നത്. തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ഇതിനൊരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കി. ഈ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കി ആ സമയത്താണ് ഞങ്ങൾക്ക് ഈ സിനിമ എന്താണെന്നും ഈ സിനിമയ്ക്കുള്ള സാധ്യതകൾ എന്താണെന്നും ഇതിനകത്ത് മറ്റ് ഡയമെൻഷനുകൾക്ക് സാധ്യത ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ആ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ സെക്കൻഡ് ഡ്രാഫ്റ്റ് എടുക്കുന്ന സമയത്ത് ഇതിന്റെ മേക്കിംഗ് സ്റ്റൈൽ എന്തായിരിക്കണമെന്ന് കൂടി അരുണും ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ സെക്കൻഡ് ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഗുണം അതാണ്, ഇതിന്റെ ഒരു പെർട്ടിക്കുലർ മേക്കിംഗ് സ്റ്റൈൽ, അല്ലെങ്കിൽ റോ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ വളരെ നമ്മളൊരു അൺകൺവെൻഷണൽ എഡിറ്റുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ബേബികൾ. അങ്ങനെയായിരുന്നു ബേബികളുടെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ.
നമസ്കാരം. ഞാൻ വന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയി. ബേബികളൊരു എന്താ പറയുക, ഒരു എൻ്റെ ചേട്ടൻ പറഞ്ഞ ഒരു റോ മൂവിയാണ്. അത് ഒരു എന്താണ് പറയുക, ന്യൂ കമർ എന്നുള്ള നിലയ്ക്ക് എനിക്കതൊരു വലിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ബിക്കോസ് നോർമലി എന്താണ് ഇപ്പോൾ എന്താണ് പറയുക, ഇപ്പോൾ നോർമലി ചെയ്യുന്ന പോലത്തെ ഒരു ഫിലിം ആയിരുന്നില്ല. കുറച്ച് ടഫായിരുന്നു ആ പടത്തിൽ, പ്രത്യേകിച്ച് എൻ്റെ ക്യാരക്ടർ ഫുൾ ഓഫ് ചെയ്യാനായിട്ട്. പിന്നെ എന്നെ ഗൈഡ് ചെയ്യാൻ അരുൺ ചേട്ടനും സഞ്ജയ് സാറും ഉണ്ടായിരുന്നതുകൊണ്ട് ഏറെക്കുറെ ചെയ്തു പോയി. പിന്നെ ലിസിൻ ചേട്ടനാണ് എന്നെ ക്യാരക്ടറിൽ വിളിച്ചത്. എൻ്റെ ആദ്യത്തെ പടം കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് എന്നെ വിളിച്ചതാണ് ലിസിൻ ചേട്ടൻ. എൻ്റെ ഒരുപാട് നന്ദി. അത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എന്താ പറയുക എനിക്ക് തന്നതിൽ. താങ്ക് യു. കഴിഞ്ഞ മാസം സർവമായി ഇറങ്ങി അന്ന് ലേറ്റായി ഈ ഇത്തിരപ്പുറം ആളുകൾക്ക് നിവിൻ പോളി എന്നൊരു ആക്ടറും അല്ലെങ്കിൽ അവർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിയ ഒരു സമയം കൂടെയാണ്. കാരണം ഫാമിലീസ് ഒരുപാട് തിയേറ്ററിലേക്ക് വരുന്നു, ഹോൾ ഇൻഡസ്ട്രി അത് സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ തിയേറ്ററിൽ വന്നിട്ട് ഞങ്ങൾക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഇനി ആളുകൾക്ക് ഇഷ്ടമുള്ള സിനിമയായിരിക്കും ചെയ്യുക എന്നുള്ളത്. ശരിക്കും ആ റിയലൈസേഷൻ ഭയങ്കരമായിട്ട് മനസ്സിലായോ, ആളുകൾക്ക് ഇത്രത്തോളം ഇഷ്ടമാണെന്നുള്ളത്? അത് എന്താ പറയുക, അതിൻ്റെ ഒരു ഗ്ലിംസ് കിട്ടിയത് വർഷങ്ങൾക്ക് ശേഷം സിനിമ ഇറങ്ങിയപ്പോഴാണ്. പക്ഷെ സർവമായി ഇറങ്ങിയപ്പോൾ അതൊരു ഭയങ്കരമായിട്ട് ആൾക്കാരത് ഓൺലൈനിൽ എഴുതുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ അതൊരു ഇമോഷണലി ഭയങ്കര ഇതായിപ്പോയി, ഇതായിപ്പോയി. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം എന്നുള്ളതാണ്. പക്ഷെ അത് നല്ല കഥ വരണം, നല്ല സ്ക്രിപ്റ്റും നല്ല ടീമെല്ലാം വരണം. അങ്ങനെ സംഭവിക്കില്ല. അല്ല, അങ്ങനെ വിജയം പരാജയം നമുക്ക് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അപ്പോൾ നമുക്ക് എത്ര അടിപൊളി ടീമാണെങ്കിൽ ആ സിനിമ തിയേറ്ററിൽ വേണമെങ്കിൽ പരാജയപ്പെടാമല്ലോ. അത് പ്രേക്ഷകർ തീരുമാനിക്കുന്ന കാര്യമാണ്. നമുക്ക് കണക്ട് ആവുന്ന സിനിമകൾ ചെയ്യുക, അതൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള ഫ്രണ്ടിൽ വെച്ചിട്ട്, എൻ്റർടൈൻമെൻറ്റ് മാറ്റർ ഫ്രണ്ടിൽ വെച്ചിട്ട് സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അങ്ങനൊരു ചർച്ച നടക്കുന്നുണ്ട്, ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നോർമലി ഇപ്പൊ ട്രാഫിക്കിന്റെ സിനിമ എടുക്കുമ്പോൾ ഏറ്റവും അവസാനം വന്നിട്ട് ഒരു സ്പീഡ് പേടിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് പോകാം. അതേ ടീമുമായിട്ട് ഇന്ന് കൊളാബ് ചെയ്തിട്ട് ഇങ്ങനെ സിനിമ വരും. അതും നമുക്ക് ട്രെയിലർ കാണുമ്പോൾ ട്രാഫിക്കിന്റെ പഴയ റിസംബ്ലൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യേണ്ട സമയത്ത് മൈൻഡ് അത് പോയിരുന്നത് ട്രാഫിക്കായിട്ട് ആളുകൾ കമ്പയർ ചെയ്യുമോ ഇങ്ങനെ പോയിരുന്നു? അത് രണ്ടും ഒരേ പാത്തിൽ സഞ്ചരിക്കുന്ന സിനിമയാണ്. ട്രാഫിക് ആണെങ്കിലും ബേബികളാണെങ്കിലും. പക്ഷെ ട്രാഫിക് പോലത്തെ സിനിമയല്ല ബേബികൾ. ട്രാഫിക് കുറച്ചും കൂടി ബിഗ് സ്കെയിൽ, വലിയ ഇൻറ്റൻസ്, അങ്ങനത്തെ വേറൊരു സിനിമയാണ്. ബേബികൾ സെയിം പാത്തിലാണ്, പക്ഷെ നമുക്ക് ട്രാഫിക്കായിട്ട് കമ്പയർ ചെയ്യേണ്ടതാണ്. ബേബികൾ എന്ന് പറഞ്ഞൊരു സിനിമയായിട്ട് തന്നെ നിലനിർത്താം. പക്ഷെ ആ ഒരു മൂഡായിരിക്കും സിനിമ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലിസ്റ്റിൻ ചേട്ടാ, ചേട്ടാ കഴിഞ്ഞ ടി എന്നുള്ള സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ജീവ സാർ വന്നപ്പോൾ അദ്ദേഹം ഒരു പ്രൊഡ്യൂസറും കൂടിയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു സിനിമ എങ്ങനെ വന്നാലും ഒരു 45 ദിവസത്തിൽ തീർക്കാൻ നോക്കണം, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിന് അതൊരു നഷ്ടത്തിലേക്ക് വരുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചായിരുന്നു. എത്ര വലിയ ബഡ്ജറ്റുള്ള സിനിമയാണെങ്കിലും ഒരു 45 ദിവസത്തിൽ തീർക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞായിരുന്നു. അപ്പോൾ മലയാള സിനിമയിൽ പണ്ടൊക്കെ 15 ദിവസം, 20 ദിവസം, 30 ദിവസം കൊണ്ടൊക്കെ എത്ര വലിയ സിനിമയാണെങ്കിലും IV ശശിയുടെ സിനിമകളടക്കം, ബ്രഹ്മാണ്ഡ സിനിമകളടക്കം തീർത്തിട്ടുണ്ട്. അന്ന് അത്രയും സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നുള്ളൂ, ലിമിറ്റഡ് ആയിരുന്നു. പക്ഷെ ഇന്ന് വളരെ അഡ്വാൻസ്ഡ് ആണ്. നമുക്ക് എത്ര ഷോട്ട് വേണേലും വരെ എടുക്കാം. എന്നിട്ട് എന്താണ് മലയാള സിനിമകൾ പോലും ഒരു 40 ദിവസത്തിലും 50 ദിവസത്തിലൊക്കെ തീർക്കാൻ പറ്റാത്തത്? ഞാൻ സത്യത്തിൽ ഇത് ഇവരോട് പറഞ്ഞു മടുത്തു. കാരണം എത്രയും പെട്ടെന്ന് തീർക്കാൻ ഞാൻ പറഞ്ഞു. കാരണം അത്രയും ചെലവ് എനിക്ക് കുറഞ്ഞിരിക്കും. ഇത് ഈ സിനിമ തന്നെ ഒറ്റ ദിവസം നടക്കുന്ന സിനിമയാണ്. എന്നിട്ട് പോലും ഒരു 50 ദിവസം. വിഷയം ഒരു ദിവസം നടക്കുന്നതാണെങ്കിൽ ഷൂട്ട് ചെയ്യാനായിട്ട് 50 ദിവസം എടുക്കുക. ഇത് ഒരുമിച്ചിരുന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യും ഈ സാധനം. കാരണം ഇതേ ഡൗട്ട് എനിക്കുണ്ട്. ഞാനത് നമുക്കതൊന്ന് കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യാം. കാരണം ഇത് ഒരു രക്ഷയില്ല. കാരണം സിനിമ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര സംഭവമാണ്. ഇത്ര ദിവസത്തിനുള്ളിൽ ഭയങ്കര പ്ലാനിങ്ങും പരിപാടിയായിട്ടാണ് വരുന്നത്.
പക്ഷെ ഇത് തുടങ്ങി കഴിയുമ്പോൾ ഇതിന്റെ പ്ലാൻ എല്ലാം തെറ്റിപ്പോകും. അപ്പോൾ ഇത് ഒരു 60 ദിവസം പ്ലാൻ ചെയ്ത സംഭവം ചിലപ്പോൾ ഇതൊരു 75 ദിവസം പോകും, അല്ലെങ്കിൽ 80 ദിവസം പോകും. അത് പല സിനിമകളിലും നടക്കാറുണ്ട്. പിന്നെ ഈ ചില ഐഡിയാസ് ഇപ്പോൾ സ്പോട്ടിലായിരിക്കും ഇവർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് ഷൂട്ടിംഗ് ഡേയ്സ് കൂടി പോകുന്നത്. പിന്നെ അങ്ങനെ വരുമ്പോഴാണല്ലോ ബഡ്ജറ്റും കൂടുന്നത്. അപ്പോൾ ഹൈ ബഡ്ജറ്റ് സിനിമ എന്ന് കാണിക്കണമെങ്കിൽ കുറച്ചുകൂടെ ഷൂട്ട് ചെയ്താലേ പറ്റുള്ളൂ എന്നാണ് ഒരു ധാരണ. ഇപ്പൊ പഴയ പോലെ OTT-ലൊക്കെ പടങ്ങള് മലയാള സിനിമകൾ സെല്ലാവുന്നുണ്ടോ? കാരണം ഒരിടക്ക് പ്രൊഡ്യൂസേഴ്സ് പറയുന്നുണ്ടായിരുന്നു മലയാള സിനിമകൾ അങ്ങനെ എടുക്കുന്നില്ല, തിയേറ്ററിൽ ഓട്ടം നോക്കിയിട്ടൊക്കെയാണ് എടുക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയാണ് OTT നമുക്ക് ഫ്രണ്ട്ലി ആണോ? അല്ല, ഇപ്പോ നിങ്ങൾക്കറിയാം ഇപ്പൊ ഇൻഡസ്ട്രിയുടെ ഒരു സ്വഭാവം തന്നെ ഇപ്പം മാറിപ്പോയി. ഇപ്പം അതുകൊണ്ടിട്ടാണ് എന്താ പറയുക, എല്ലാ സിനിമകളും ഇപ്പൊ ആഫ്റ്റർ റിലീസാണ് നടക്കുന്നത്. നേരത്തെയൊക്കെ പ്രീ സെയിൽ നടക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു കുറെ നാളുകളായിട്ട് ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അനുഭവിക്കുന്ന ഒരു വിഷയം തന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും തന്നെ പ്രീ സെയിൽ നടക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ആമസോൺ കുറെ നാളുകളായിട്ട് പടം വാങ്ങുന്നില്ല. നെറ്റ്ഫ്ലിക്സ് നിങ്ങൾക്ക് നോക്കി അറിയാം, കുറെ നാളുകളായിട്ട് പടം വാങ്ങിയിട്ടില്ല. ഇപ്പൊ ലാസ്റ്റ് എക്കോയാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് സെയില് നടക്കുന്നില്ല പൊതുവെ. ആഫ്റ്റർ റിലീസ് പടം ഹിറ്റാണെങ്കിൽ അന്നേരം വാങ്ങുന്നുണ്ട്. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പടങ്ങള് കണ്ടിട്ട് അത്ര കോൺഫിഡൻസ് തോന്നുന്ന പടങ്ങൾ അവർ വാങ്ങുന്നുണ്ട്. ഇപ്പൊ സ്റ്റാർട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഈ പടം അവർ കാണുകയും അവർക്ക് കണ്ട എല്ലാവർക്കും ഒരേ രീതിയിൽ ഇഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ടിട്ട് സെയിലാവാതിരിക്കുന്ന സമയത്ത് റീസെയിലായ പടവും കൂടിയാണ് ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ. എനിക്കറിയില്ല. ഇതിനൊരു 35 ദിവസം ഒരു ഷൂട്ടുണ്ട്. ഇപ്പൊ ഞാൻ ബെത്ലയം എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആയിരിക്കും അതിന്റെ ഷൂട്ട്. ഒന്നും കമ്പയർ ഒന്നും ചെയ്യണ്ടേ, ഇതിനകത്തൊരു വില്ലൻ ക്യാരക്ടറാണ്. റോളക്സ് പോലെ ഒന്നും പറയാൻ പറ്റില്ല. ഞാനും എക്സൈറ്റഡ് ആണ്. അങ്ങനത്തെ ആ ഒരു വേൾഡിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യത്തിൽ എക്സൈറ്റഡ് ആണ്. അതിന്റെ പിച്ചിങ് നടക്കുന്നു. അത് ബഡ്ജറ്റ് ഇത്തിരി ഹൈ ആയതുകൊണ്ട് ഉള്ള ഡിലേ ആണ്. അതിന്റെ പിച്ചിങ് നടക്കാം. പ്രൊഡക്ഷൻ ഹൗസസ് ആയിട്ടുള്ള ടോക്സ്. ബോബി ചേട്ടാ ഈ സംവിധായകന്റെ പേര് പോസ്റ്ററിൽ വലുതാക്കി വെക്കുന്നത് പോലെ എഴുത്തുകാരുടെ പേര് വെക്കാറുണ്ട്. സൈഡിൽ എവിടെയെങ്കിലും മാറ്റി ചെറുതാക്കിയൊക്കെ എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെയൊക്കെ സിനിമകൾ വരുമ്പോഴാണ് എഴുത്തുകാരന്റെ പേരിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. നമുക്കതൊരു വലിയ പേരായിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, പോസ്റ്ററിലടക്കം. പക്ഷെ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ സിനിമ എഴുതി തുടങ്ങുമ്പോൾ ഈ റൈറ്റേഴ്സിന്റെ പേര് വളരെ ചെറിയൊരു കോളത്തിൽ ഒതുക്കുന്ന ഒരു സ്വഭാവം പോസ്റ്റേഴ്സിൽ കണ്ട് തുടങ്ങിയിട്ടുണ്ട് കുറെ നാളായിട്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമയുടെ അടിത്തറ തിരക്കഥയല്ലേ? എന്താണ് ഇതിന്റെ കാരണം സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അത് അങ്ങനെയാണ് അതിന്റെ രീതി എന്നാണ് തോന്നുന്നത്. ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായെന്നുള്ളതാണ് ഇതിന്റെ സത്യം. അത് എന്തുകൊണ്ടാണ് അത് എന്നുള്ളത് അറിയില്ല. പക്ഷെ നേരത്തെ താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. അതിന് ലിസ്റ്റിനോട് ചോദിച്ച ചോദ്യത്തിന് 15 ദിവസം കൊണ്ട് ഒരു സിനിമ തീരുമാനിക്കുന്നല്ലോ, ഇപ്പൊ എന്താണ് 50-60 എടുക്കുന്നതെന്ന് ചോദിച്ചല്ലോ ശശി സാറിനെ പോലുള്ളവരും ഒക്കെ. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അന്ന് അതായത് 80കളിലാണ് താങ്കൾ പറയുന്ന ഈ സംഭവം അല്ലെ, 80കളിലൊക്കെ 15-20 ദിവസം കൊണ്ടായിരുന്നു സിനിമ തീർന്നിരുന്നത്. അന്ന് നമ്മളുടെ കോമ്പറ്റീഷൻ നമ്മളുടെ ലാംഗ്വേജ് സിനിമകളുമായിട്ട് തന്നെയായിരുന്നു. ഇത്രത്തോളം നമ്മൾ ഇന്റർനാഷണൽ സിനിമയിലോട് എക്സ്പോസ്ഡ് അല്ലാണ്. അന്നും ഇന്റർനാഷണൽ സിനിമ എടുത്തിരുന്നത് 100-150 ദിവസമാണ് ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ 15 ദിവസം എടുത്തിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് കാരണം കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു. ഇപ്പോ നമ്മുടെ ഓഡിയൻസ് വളരെ പ്രബുദ്ധരാകുകയും അവർ ഇന്റർനാഷണലി ഒരുപാട് എക്സ്പോസ്ഡ് ആകുകയും ചെയ്യുമ്പോൾ നമുക്ക് കമ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത് ഈ 100 ദിവസം 120 ദിവസം ഷൂട്ട് ചെയ്ത സിനിമകളുമായിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പെർഫെക്ഷനും എക്സ്പെർട്ടീസും ഓഡിയൻസ് നമ്മുടെ സിനിമകളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ പെർഫെക്ഷന് വേണ്ടി പഴയതിനേക്കാൾ കൂടുതൽ നമുക്കൊന്ന് ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് ഈ പറയുന്ന ദിവസങ്ങൾ കൂടുന്നതും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകുന്നതും. പിന്നെ ഈ പേരിന്റെ കാര്യം പറഞ്ഞാൽ സത്യമായിട്ടും എനിക്ക് അറിയില്ല അത് എന്താണ് അങ്ങനെ ഒരു
കാര്യം എന്നുള്ളത് എനിക്കറിയില്ല. സിനിമയുടെ അടിത്തറ ഒരു തിരക്കഥ നന്നായെന്ന് വിചാരിക്കാം. എൻ്റെ സംവിധാനം നല്ലതല്ല എങ്കിൽ ആ തിരക്കഥ കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇനി സംവിധാനം നന്നായാൽ എൻ്റെ നടീനടന്മാരെ നന്നായില്ലെങ്കിൽ പ്രയോജനം ഉണ്ടായില്ല. അപ്പം അടിത്തറ എന്നുള്ളത് മാത്രം പറയാമെങ്കിലും ഒരു തിരക്കഥ സിനിമ ആകണമെങ്കിൽ ഇവരെല്ലാവരും വേണം. ഒരു തിരക്കഥ സിനിമ ആയില്ലെങ്കിൽ ഇറ്റ് ഇസ് ഡെഡ്. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പോൾ ഒരുപാട് പേര് കൂടുന്ന ഒരു കൊലാബറേഷൻ ആയിട്ടാണ് ഞാൻ സിനിമയെ കാണുന്നത്. തിരക്കഥയാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതല്ല, ഒരു തിരക്കഥയെ ഇവരെല്ലാവരും കൂടെ മികച്ചതാക്കുന്നതാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അല്ല, ശരിക്കും പറഞ്ഞാൽ അതിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളത് എഴുതി നമ്മളത് മുമ്പോട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ വളരെ ലേറ്റായിട്ടാണ് നിവിൻ വരുന്നത്. ശരിക്കും ലേറ്റായിട്ടാണ് നിവിൻ വരുന്നത്. അപ്പൊ നിവിൻ ഇത് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി ഞങ്ങൾക്ക് ഭയങ്കരമായ സംശയം ഉണ്ടായിരുന്നു. കാരണം നിവിനെ പോലൊരു ആക്ടറോട് അങ്ങനെ ഒരു ലാസ്റ്റ് മിനിറ്റ് അത് പോയി പറയുമ്പോൾ അതെന്തായി തീരും എന്നുള്ളത് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ മുൻപ് സിനിമ ചെയ്തിട്ടുള്ളതിന്റെ ഒരു സ്വാതന്ത്ര്യമൊക്കെ ഉപയോഗിച്ചാണ് ചെന്നത്. ഇതിപ്പോ ഞങ്ങള് സംഗീതനോടും ലിജോയോടും അഭിമന്യുവിനോടും ഒക്കെ കഥ പറയുമ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്ന ഫുൾ കഥയാണ്. പക്ഷെ നിവിനോട് ഞങ്ങൾ പ്രസന്റ് ചെയ്തത് ഫുൾ സ്ക്രീൻ പ്ലേ, 100% ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ. അപ്പോൾ ഞങ്ങൾക്കൊരു 50% ആണ് വിചാരിച്ചത്. നിവിന് പ്രത്യേകിച്ച് ഈ ഒരു കുറച്ച് ഡിലേ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട്. പക്ഷെ നിവിൻ അത് ചെയ്യാമെന്ന് സമ്മതിക്കുകയാണ്. നിവിൻ എന്ന് ചെയ്യാമെന്ന് സമ്മതിച്ചതിൻ്റെ ഒരു റീസൺ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചപ്പോൾ നിവിൻ പറഞ്ഞൊരു വാചകത്തിലായിരുന്നു അതിലുള്ളത്. ബിക്കോസ് ഐ എം എ ഫാദർ എന്നാണ്. ഞാനൊരു അച്ഛനായതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ സിനിമ ചെയ്തതെന്നാണ്. അപ്പോൾ അക്കാര്യത്തിൽ നിവിൻ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ട് ചെറുതല്ല. ഈ സിനിമയുടെ ഭാഗമാകണം എനിക്ക് എന്നുള്ള രീതിയിലാണ് നിവിൻ ഇതിലേക്ക് വരുന്നത്. അല്ല, അതായത് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന്റെ കഥയാണ് ഇതിന്റെ മെയിൻ താരം. അപ്പോൾ ആ കഥ കേട്ടപ്പോൾ ഇതിന്റെ ഭാഗമാവണല്ലോ എന്ന് എനിക്ക് തോന്നി. ഒറ്റ റീസണാണ്. പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കുട്ടികളുടെ കഥയാണ്. അപ്പോൾ എനിക്കത് ഞാൻ വളരെ പേഴ്സണലായിട്ട് കാണുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ ഞാനൊരു അച്ഛനായതുകൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും അതിൻ്റെ റീസൺ. അപ്പോൾ എനിക്കൊന്ന് കുട്ടികൾ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ഇരിക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. ആ റീസണാണ് ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് സിനിമ കഴിയുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ക്ലൈമാക്സ് കഴിയുമ്പോൾ മനസ്സിലാവും എന്താണ് സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു പറയപ്പെടേണ്ട സിനിമയാണ്. അതിൻ്റെ ഭാഗമാവാൻ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അതായത് ഇപ്പൊ ചെയ്തു വെച്ച സിനിമകളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം നമുക്കിപ്പോൾ എന്താ പറയുക, നമുക്ക് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും നമ്മുടെ ലൈഫിലെ കൂട്ടുകാർ റിലേറ്റ് ചെയ്യുന്ന കഥാപാത്രം. ഇതിലെ ട്രെയിലറിലെ കഥാപാത്രം ഉണ്ടെങ്കിൽ ഇച്ചിലൂടെ സിവിയർ ആയിട്ടുള്ള കഥാപാത്രം, കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രമായിട്ട് ഫീൽ ചെയ്തു. ആ ക്യാരക്ടർ ബ്രേക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനൊരു സ്ക്രിപ്റ്റ് കൂടെ ഒരു കുട്ടിയൊക്കെ, അത് 4 ദിവസം പ്രായമുള്ള ഒരു കുട്ടിയൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ആ ക്യാരക്ടറായിട്ട് ചെയ്യണം, ആ കുട്ടിയെ നോക്കണം, ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ. എങ്ങനെയുണ്ട് ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത്? ആക്ച്വലി സാധാരണ ഞാൻ എഡിറ്റ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എൻ്റെ ടെക്നീഷ്യൻസ് എന്നെ എപ്പോഴും ചീത്ത പറയാറുണ്ട്, നീ കുറച്ചും കൂടി ക്യാമറ നോക്കി ചെയ്യും, നീ എഡിറ്ററല്ലേ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആക്ഷൻ്റെ കട്ടിൻ്റെ ഇടയിൽ നമുക്ക് അഭിനയം മാത്രം ചെയ്യാനുള്ള കോൺഫിഡൻസിലേക്ക് എത്തിയിട്ടുള്ളൂ. എപ്പോഴും വേറെ ബാക്കി ടെക്നിക്കാലിറ്റികളിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല, അതിലേക്കുള്ള എക്സ്പീരിയൻസോ കോൺഫിഡൻസോ എത്തിയിട്ടില്ല. പക്ഷെ ഈ സിനിമ അത് ബ്രേക്ക് ആയ ഒരു സിനിമയാണ്. കാരണം ഇത് കുറച്ചും കൂടി റോഡ് പരിപാടികളുണ്ടായിരുന്നു ഞങ്ങളുടെ ഏരിയയിൽ. അതുകൊണ്ട് തന്നെ കാറ് ഹാൻഡിൽ ചെയ്യണം, കാറിൽ ക്യാമറ വെക്കാണ്. കുഞ്ഞ് ഭയങ്കര വലിയൊരു ഫാക്ടറാണ്. അതിപ്പോൾ റോഡാണെങ്കിലും അല്ലെങ്കിലും കുഞ്ഞ് നമ്മളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഇവരുടെ പാരൻസ് ഒരു കുഞ്ഞ് ഏറ്റവും അവരുടെ ഒരു 10 മാസത്തെ കാത്തിരിപ്പാണ് അവരുടെ കൈകളിലേക്ക് എത്തിയിട്ട് ആ ട്രസ്റ്റാണ് അവർ നമ്മളുടെ കയ്യിലേക്ക് തരുന്നത്. അപ്പോൾ അത് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും, പ്രത്യേകിച്ചും
കുട്ടികളൊന്നും എടുത്തിട്ടും എനിക്കൊന്നും ശീലം ഉണ്ടായിരുന്നില്ല. അപ്പൊ കുഞ്ഞിനെ അത്രയും നമ്മള് കുഞ്ഞിപ്പൊരുത്തിയാണ് കൊണ്ടുനടന്നിരുന്നത് എല്ലാ സമയത്തും, ടേക്ക് കെയർ ചെയ്ത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രഷറും ആ സമയത്ത് ഉണ്ടായിരുന്നു. പെർഫോം ചെയ്യുകയും ഇത് ഹാൻഡിൽ ചെയ്യുകയും ചെയ്യാന്ന് പറയുന്നത് ഓൾസോ ബാക്കിയുള്ള എല്ലാം എനിക്ക് കുറച്ചും കൂടി ഇപ്പൊ കോമഡി ആണെങ്കിലും ഒക്കെ കുറച്ച് നമുക്ക് ചെയ്ത് എവിടേക്കോ ഒന്ന് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ക്യാരക്ടർ വൈസും വേറൊരു പരിപാടി ചെയ്യുന്നു. അപ്പൊ എനിക്ക് പ്രശ്നമായിരുന്നു. പ്രഗ്നന്റ് ആയിട്ടൊക്കെ നമ്മള് കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റേജ് ഒക്കെ എന്തൊരു പ്രഷറിലാണ് ചെയ്യുന്നത്, അതൊക്കെ ഒരു ആക്ട്രസ് എന്ന ലെവലിൽ നമ്മൾ ചെയ്തു. പക്ഷെ ഇതില് ഒരു റിയൽ കുഞ്ഞിനെ അത്ര ചെയ്യാൻ ചെറിയൊരു കാര്യമില്ല, അത് ചെറിയ പ്രോസസ്സും അല്ല. എങ്ങനെയുണ്ട് സംഗീത പറഞ്ഞ പോലെ തന്നെ ഞാനും അങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് ഒരുപാട് ഇടപഴകുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഇത്രയും ചെറിയ കുഞ്ഞാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഞ്ഞിനെ അങ്ങനെ എടുത്തു വലിയ ശീലമില്ല. പക്ഷെ ഈ സിനിമയില് കുറെ സീൻസിൽ ഞങ്ങളുടെ കയ്യിൽ കുഞ്ഞുണ്ടാവണം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന്റെ പേടി ഉണ്ടായിരുന്നു. നമ്മൾ കാരണം ഒരു ചെറിയ പോറൽ പോലും ഉണ്ടാവരുത് എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അതേപോലെ നമ്മൾ ടേക്കിന് നിൽക്കുന്നതിന് മുന്നേ കുഞ്ഞ് കരയാണെങ്കിൽ കുഞ്ഞിനെ ഒന്ന് കംഫർട്ടബിൾ ആക്കിയിട്ട് നമ്മൾ ടേക്കിലേക്ക് പോകേണ്ട വരും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെറിയ പേടി ഉണ്ടായിരുന്നു, പ്രഷർ ഉണ്ടായിരുന്നു. വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും വലിയ കുഴപ്പങ്ങളില്ലാതെ ചെയ്യാൻ പറ്റി. സഞ്ജയ്, ഇവിടെ ഇപ്പോൾ ട്രാഫിക് എന്ന ഒരു വലിയ ത്രില്ലറായിരുന്നു മലയാളികൾക്ക് അന്ന് കിട്ടിയത്. അപ്പോൾ അത് കൂടാതെ മുംബൈ പോലീസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രേക്ഷകന് ഇമാജിൻ ചെയ്യാത്ത രീതിയിൽ ഒരു ത്രില്ലർ ഫോർമാറ്റിൽ കഥ കൊണ്ടുപോകുന്ന ഒരു റൈറ്റേഴ്സാണ് ബോബി സഞ്ജയ്. ഒരു ഓൾഡ് ബോയ് ഒക്കെ ആ ഒരു രീതിയിൽ എനിക്ക് ഫേവറേറ്റ് ആണ് മുംബൈ പോലീസ്. അതുപോലെ ത്രില്ലർ ഇന്ത്യയിൽ അന്ന് വന്നിട്ടില്ല. കാരണം തോക്കില് ഷൂട്ടർ അർത്തില്ലാതെ ഒരാളെ കിൽ ചെയ്യുന്ന ഫോർമാറ്റ്. ഇപ്പോൾ ട്രാഫിക്കില് ഇതേപോലെ ഇന്റർവെൽ സീനില് ആ കാർ മിസ്സായി, വേറെ ഇസ് എ കാർ. അപ്പോൾ ഇന്റർവെല്ലിൽ കോഫി അടിക്കാൻ പോകുന്ന ആളുകളെല്ലാവരും ആ കാർ എവിടെ പോയി എന്നുള്ളൊരു ഡൗട്ട് അവർ കുറച്ച് നേരത്തേക്ക് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റി. അപ്പോൾ ബേബി ഗേൾ എന്ന സിനിമയിൽ ഇന്റർവെല്ലിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ത്രില്ലർ ഫോർമാറ്റ് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പ്രേക്ഷകർ എങ്ങനെ തന്നെ തോന്നണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഇന്റർവെല്ലിൽ ഒരു ചെറിയൊരു സസ്പെൻസ് ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ നിവിൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രാഫിക്കും ഇതും തമ്മിൽ കമ്പയർ ചെയ്യാതിരിക്കുകയാണ് നല്ലതെന്ന് തോന്നുന്നു. രണ്ടും രണ്ട് സിനിമയാണ്. ഇത് കൂടുതലും ഫാമിലി ത്രില്ലർ എന്ന ജോണറിൽപ്പെടുത്താവുന്ന സിനിമയാണ്. ട്രാഫിക് മറ്റൊരു സിനിമയാണ്. പക്ഷേ അഗൈൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ചെറിയൊരു സസ്പെൻസ് ഉണ്ടെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. മാത്രമല്ല, ഞാൻ ആഡ് ചെയ്യണം, സഞ്ജയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ സ്ക്രിപ്റ്റ് പുള്ളി എഴുതുമ്പോൾ ട്രാഫിക് ആ സമയത്ത് എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. ഐ ബിലീവ് ഓൾസോ പുള്ളി ചെയ്തിരിക്കുന്നത് ഈ സമയത്ത് വളരെ അപ്ഡേറ്റഡ് ആയിട്ടും ഒരു പക്ഷേ ചിലപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ് ടീം ചെയ്തിരിക്കുന്നത്. സോ ഐ തിങ്ക് ട്രാഫിക്കിൻ്റെ ഇമ്പാക്റ്റ് എനിക്ക് അന്നത്തെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞില്ല. പക്ഷേ ഇന്ന് ഈ സ്ക്രിപ്റ്റ് അത്യാവശ്യം പുള്ളി ബിൽഡ് ചെയ്ത് തന്നെയാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിൽ കറന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഭവത്തിൽ എല്ലാവർക്കും റീച്ച് ആവുന്ന ഒരു പരിപാടിയായിട്ടാണ് പുള്ളി ചേട്ടാ. ഇപ്പൊ ഗരുഡൻ സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അത് ബേക്ക് ചെയ്ത രീതി ഡിഫറെൻ്റ് ആണ്. അതിപ്പം പ്രേക്ഷകന്റെ അടുത്ത സെക്കൻഡിൽ ഇത് ഇപ്പം വില്ലൻ ആരാന്ന് അറിയാം, നായകൻ ആരാന്ന് അറിയാം, ഇത് എങ്ങനെ ബ്രേക്ക് ചെയ്യണോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടല്ലോ. അപ്പോൾ അത് പ്രേക്ഷകനും അത് ബിൽഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സിനിമ എടുത്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ റിയൽ ആണ്. ഇപ്പോൾ കുറച്ചുകൂടെ പബ്ലിക് പ്ലേസ് ആണ്, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് സെറ്റ്. അപ്പം ഇങ്ങനൊരു സബ്ജക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ടെൻഷൻ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഈ സബ്ജക്റ്റ് എത്രത്തോളം ആളുകൾക്ക് കണക്റ്റഡ് ആവും, ഇത് എത്രത്തോളം വർക്ക് ആവും എന്നൊരു സാധനം ഉണ്ടോ. നമ്മൾ ഓൾറെഡി ഒരു സേഫ് സോണിൽ നിൽക്കുമ്പോൾ അത് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമില്ല. ആ ബ്രേക്കുള്ള ഒരു എന്താ പറയുക, ഒരു മോട്ടിവേഷൻ എന്തായാലും. അല്ല, നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്യണമെങ്കിൽ ഒരു 1.5 കൊല്ലം ഒരു സിനിമയുടെ പിന്നാലെ നമ്മൾ ട്രാവൽ ചെയ്ത് പോകണം. അപ്പോൾ ഒരു 1.5 കൊല്ലം നമ്മൾ ആ സിനിമ ട്രാവൽ ചെയ്യണമെങ്കിൽ നമുക്ക് ആ സിനിമയുടെ സബ്ജക്റ്റിനോട് ഒരു ഭയങ്കര ലൈക്കിംഗ് ഉണ്ടാവും. നമ്മൾ ഒരുപാട് സെറ്റ് ബാക്സ് ഫേസ് ചെയ്തിട്ടുണ്ട് ഒരു ഡയറക്ടർ എന്ന രീതിയിൽ. നമ്മൾ എല്ലാ സ്റ്റേജിലും ചിലപ്പോൾ എനി ഡയറക്ടർ ഫോർ ദാറ്റ് മാറ്റർ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ വരുമ്പോൾ തന്നെ ഒരുപാട് സെറ്റ് ബാക്സ് ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്ത് അത് ബീറ്റ് ചെയ്താണ് നമ്മളൊരു സിനിമയിലേക്ക് വരുന്നത്. ഫസ്റ്റ് സിനിമ എന്നല്ല, എല്ലാ സിനിമയും ഈക്വലി ചാലഞ്ചിങ് ആണ്. അപ്പോൾ ആ ചാലഞ്ച് ഈ 1.5 years നമ്മൾ കവർ ചെയ്യണമെങ്കിൽ നമ്മൾ വളരെ ഇഷ്ടപ്പെടുന്ന, നമുക്ക് പാഷനറ്റ് ആയിട്ട് തോന്നുന്ന സാധനങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിലൂടെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ തോന്നുന്നത്. സോ അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ് ഞാൻ സെർച്ച് ചെയ്ത് അങ്ങനെയാണ് ബേബി ഗേൾ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടിയത്. സോ റീഇൻവെന്റ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഇന്നത്തെ ഒരു ജനറേഷൻ വെച്ച്
നമ്മൾ ഐ തിങ്ക് എവറി 3 or 4 months ട്രെൻഡ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ സിനിമ വരുമ്പോൾ പുതിയ പരിപാടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ വളരെ അലേർട്ടായിട്ട് ആ ട്രെൻഡ്സിനോട് കീപ്പ് ചെയ്യാൻ കൂടി ശ്രമിക്കണം. നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസിൽ നിന്ന് കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് വി ആർ മേക്കിംഗ് എനിത്തിങ് ആസ് എൻ ആർട്ടിസ്റ്റ്. സോ എനിക്ക് ഞാൻ മാത്രമല്ല, അതൊക്കെ പഠിക്കുന്നത് സഞ്ജുവിനെ പോലുള്ള റൈറ്റേഴ്സ് ഒക്കെയാണ്. അവരൊരിക്കലും അവർ ചെയ്ത സാധനങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ട്രാഫിക്കിന്റെ റെപ്പറ്റീഷൻ അല്ല ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. സോ നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മളിപ്പോൾ സ്ട്രഗിൾ ചെയ്ത് ഇവിടെ എത്തുകയാണെങ്കിൽ നമ്മൾ അടുത്ത സാധനം നമ്മളെ ഗ്രോ ചെയ്യാനുള്ള ഒരു സാധനം കൂടി ചെയ്യണമെന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നു. സോ ബേബികൾ അതിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിജോമോൾ ഈയിടെയായിട്ടേ എല്ലാ സിനിമകളിലും ഭയങ്കര കരച്ചിലാണല്ലോ. പണ്ട് മലയാള സിനിമയിലെ ദുഃഖപുത്രിയായിട്ട് ശാരദ എന്നുള്ള നടിനെ പറഞ്ഞിരുന്നു. ഇപ്പൊ അതുപോലെ ഒരു ദുഃഖപുത്രി ആവുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെന്താണ് ഇത്ര ഇമോഷണൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രം ചൂസ് ചെയ്യുന്നതാണോ, അതോ ഹാപ്പി ക്യാരക്ടേഴ്സിൽ ആരും ചൂസ് ചെയ്യുന്നില്ല? പൊന്മാനിൽ അത്ര വലിയ ദുഃഖപുത്രി എന്നാലും കുറെ കരഞ്ഞായിരുന്നു. ഇല്ല, അതിന് കുറവാണ്. ഇല്ല, ഞാൻ കണ്ടതാ. അതിലെങ്ങനെ അവസാനം മാത്രമേ ഉള്ളൂ കുറച്ച് കരഞ്ഞിട്ടുള്ളൂ. ഹസ്ബൻഡിന്റെ ആ ഒരു സംഭവത്തിൽ കരഞ്ഞിട്ടുള്ളൂ. ഇല്ല, ഇത് എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സ് ഞാൻ ചൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിൽ എനിക്ക് പെർഫോം ചെയ്യാൻ സ്പേസ് ഉള്ള ക്യാരക്ടേഴ്സ് ആണ് നോക്കുന്നത്. ഇതെല്ലാം അങ്ങനെ കളിച്ച് ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്ന ഒരു പേടിയുണ്ടോ? ഇല്ല, കാരണം വേറെ വേറെ ജോണസിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ പേടി. നിവിൻ ചേട്ടാ, ഒരു ചോദ്യം നിവിൻ ചേട്ടനോട് ചോദിച്ചിട്ടുണ്ട്. ചേട്ടൻ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചോദിക്കാൻ വെച്ചിരുന്ന ഒരു ചോദ്യമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വഴി കൂടി നടക്കുമ്പോൾ ഒരു ബൈക്കിൽ വന്നൊരു ചേട്ടൻ എന്റെ പുറത്ത് ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു, എടാ നിവിൻ പോളിയുടെ തട്ടത്തിന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പോയി കാണാന്ന് പറഞ്ഞു. അന്നാണ് ശരിക്കും ഞാൻ ആദ്യമായിട്ട് നിവിൻ ചേട്ടന്റെ പേര് കേൾക്കുന്നത്, സത്യം പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പ്രേമത്തിന് പോയപ്പോ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അടുത്ത ഷോ ആണ് ഞാൻ കണ്ടത്. ആ സിനിമ കണ്ടതോടുകൂടി നിവിൻ പോളി എന്നുള്ളൊരു താരത്തെ ഞാൻ മനസ്സിലാക്കി. ഞങ്ങള് മേത്തോട്ട് അങ്ങനെ കയറി, എന്നിട്ട് ഞാനവിടെ ഫാനായി മാറി. എന്നിട്ട് ഫാൻസ് അസോസിയേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ഒരു നടന്റെ ഫോം ഫില്ല് ചെയ്യാം, അസോസിയേഷനിലുള്ള സംഭവങ്ങളൊക്കെ ആൾക്കാരെ കൂട്ടാനുള്ള പരിപാടികളൊക്കെ ചെയ്ത് തുടങ്ങി. പക്ഷെ അത് എന്തുകൊണ്ട് വർക്കൗട്ട് ആയില്ല. പിന്നെ ചേട്ടനൊരു ഡൗൺഫോൾ വന്നു കരിയറിൽ. അപ്പൊ കുറെ പേര് എന്നോട് പറഞ്ഞു, നന്നായില്ലേ അസോസിയേഷൻ ചേരാതെ, കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നല്ലോ. പക്ഷെ പിന്നെ ഈ സർവ്വമായയിലൂടെ ചേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് നടന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിവിൻ പോളി തിരിച്ചു വന്നടാ എന്നുള്ള രീതിയിൽ ഞങ്ങളെപ്പോലുള്ള കുറെ പേർക്കാണ് ഭയങ്കര സന്തോഷമായത്. ശരിക്കും കുറെ നാളായിട്ട് ഡെസ്പായിട്ടിരിക്കുകയായിരുന്നു നമ്മളൊക്കെ. ഓക്കെ, അപ്പൊ ഈ ഡൗൺഫോള് അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു സക്സസ്, ഇതിനൊക്കെ ചേട്ടൻ എങ്ങനെയാണ് നോക്കി കാണുന്നത്? പിന്നെ ഫാൻസ് ഇപ്പോഴും അങ്ങനെ ഒരു വർഗോട് ഉണ്ട്, നിവിൻ പോളി ഫാൻസ്. ആ ഫാൻസിനെ ചേട്ടന് എങ്ങനെയാണ് നോക്കി കാണുന്നത്? അത് എനിക്ക് തോന്നുന്നു എല്ലാ നടന്മാരും എല്ലാ നടിമാരും എല്ലാ ടെക്നീഷ്യൻസ് സിനിമയിലുള്ള എല്ലാവരും കടന്നു പോകുന്ന ഒരു ഫേസാണ്, ഒരു കേട്ടറിഞ്ഞിലൂടെ കടന്നു പോകുക. അപ്പോൾ എനിക്ക് ഉയർച്ച ഉണ്ടായിട്ടുണ്ട്, താഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്താണ് അതിന് പഠിക്കാൻ പറ്റുക, എന്താണ് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റേണ്ടത്, ഇതെല്ലാമാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോൾ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യേണ്ടതാണോ, അല്ലെങ്കിൽ ടീം സെലക്ട് ചെയ്യേണ്ടതാണോ, അങ്ങനെ പല പല വിഷയങ്ങൾ അതിനകത്ത് വരാം. സർവമായ ദൈവാനുഗ്രഹം കൊണ്ട് അത് പ്രേക്ഷകർ ഏറ്റെടുത്തു. ഇത്രയും വലിയ വിജയമാണ് സിനിമയല്ല സർവമായ. പക്ഷെ അതിൻ്റെ ഒരു റൈറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റിയും എല്ലാം പ്രേക്ഷകർക്ക് കണക്റ്റായി, അവർക്ക് ഇമോഷണലി ആ സിനിമ കണക്റ്റായി എന്നുള്ളതാണ് സിനിമയുടെ വിജയം. അത് വിജയിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ബേബികൾ ഇറങ്ങുകയാണ്. ഈ സിനിമയും വിജയിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ വിജയപരാജയങ്ങൾ നമ്മൾ എഫക്ട് ചെയ്യാത്തൊരവസ്ഥയിലെത്തി എന്നുള്ളതാണ് സർവ്വമായി കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി. പക്ഷെ ഞാനിത് പറയുമ്പോൾ ആർക്കെങ്കിലും വിഷമമൊന്നും ഞാൻ വിചാരിക്കരുത്. കാരണം സാക്ഷാൽ ലാലേട്ടൻ കഴിഞ്ഞാലും ഇന്ന് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് ഒരു പടത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ബോക്സ് ഓഫീസിനെ തൂക്കിയടിക്കാൻ കഴിവുള്ള ഒരു നടൻ നിവിൻ പോളി മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും അതെല്ലാം ഡയറക്ടർ പറഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും അരുണായിട്ട് വീണ്ടും വീണ്ടും എനിക്ക് അരുണായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അരുൺ നമ്മളുമായിട്ട് നമ്മുടെ ഒരു ബ്രദർ പോലെയാണ്, ഫ്രണ്ട് പോലെയാണ്.
തീർച്ചയായിട്ടും അരുണായിട്ട് നമ്മൾ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സക്സസ് വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഞാൻ നിന്നെ കൂടെ വിളിച്ചിട്ട് പ്ലാൻ ചെയ്യാം. നിവിൻ ചേട്ടാ, ഇപ്പൊ സർവ്വമായി ഇറങ്ങിയ സമയത്ത് പ്രേക്ഷകർ കുടുംബ പ്രേക്ഷകർ ഒരേപോലെ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് വയലൻസോ ഒരുപാട് ത്രില്ലർ വന്നിട്ട് തിയേറ്റർ ടെൻഷൻ ഒന്നും ഇല്ലാതെ ചിരിച്ചിറങ്ങാൻ പറ്റിയ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഇരുന്ന് കണ്ടിറങ്ങാൻ പറ്റിയ നല്ലൊരു ചിത്രം കണ്ടിറങ്ങി എന്ന് ഒരുപാട് കുടുംബ പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട്. ഒരു ഇത്രയും ത്രില്ലേഴ്സിനെയും വയലൻസും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകർ ഉണ്ടെങ്കിൽ ഇപ്പോഴും ഫാമിലി ആയിട്ട് ഇരുന്ന് തിയേറ്ററിൽ കണ്ടിറങ്ങാൻ പറ്റുന്ന സിനിമകൾ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകരുണ്ട് ഇവിടെ. ബേബി ഗേൾ ഏത് ടൈപ്പ് പ്രേക്ഷകർക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയായിരിക്കും. അത് യൂത്ത് ഫാമിലി അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാതെ, ഞാൻ നേരത്തെ പറഞ്ഞു സിനിമ വർക്കാവും എപ്പോഴും അത് നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ ഈ സിനിമ എല്ലാവരെയും കണക്ട് ചെയ്യും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് പ്രായപരിധിയോ അല്ലെങ്കിൽ പ്രായ വിഷയങ്ങളൊന്നുമില്ല. ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ ഈ സിനിമ കണക്ട് ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. വെബ് സീരീസിലെ ഫാർമയിലെ കഥാപാത്രം ഇപ്പം മരുന്നിനാണോ മനുഷ്യന്റെ ആവശ്യം, മനുഷ്യനാണോ മരുന്നിന് ആവശ്യം എന്നൊരു ചോദ്യമുണ്ട്. അപ്പം ചില കാര്യങ്ങൾ തുറന്നു കാണിക്കാൻ പല ആക്ടേഴ്സും ധൈര്യപ്പെടാറില്ല. അപ്പൊ താങ്കൾ ഇപ്പൊ ചെയ്യുന്ന കഥാപാത്രങ്ങൾ അതുപോലത്തെ കഥാപാത്രങ്ങളാണ്. അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്താ? അഗെയിൻ അത് നമ്മുടെ അടുത്ത് വന്ന് കഥ നരേറ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു ഇൻറ്റ്യൂഷനാണ് അല്ലേ. ഫാർമ ചെയ്തതിൻ്റെയും റീസൺ ഇങ്ങനെയൊക്കെ ഇതിന്റെ പിന്നിലുണ്ടോ എന്നുള്ള ഒരു തോന്നിയത് അപ്പോഴാണ്. അതും കുട്ടികളുടെ കഥ പറയുന്ന സിനിമ ഒരു വെബ് സീരീസ് ആയിരുന്നു. അപ്പോൾ അതെനിക്ക് ചെയ്യണമെന്ന് തോന്നി. കാരണം ഇങ്ങനെ ഒരു ഏരിയ ഇതിൻ്റെ അകത്തുണ്ട്, അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചാൽ നല്ലത് എന്നുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോസ് ആ വെബ് സീരീസിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫാർമ ചെയ്തത്. ബേബികൾ ചെയ്തതിനും അതിന്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ട്. നമ്മൾ ഈ സിനിമയിലുള്ള സംസാരിക്കുമ്പോൾ ഒരു കോസും ഉണ്ട്. അതാണ് സംഗീതം തുടക്കത്തിൽ പറഞ്ഞിരുന്നു, സംഗീതത്തിനെ എപ്പോഴും സേഫ് സോൺ എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് സീനിനെ ചിരിപ്പിക്കുക, ആ ഒരു സേഫ് സോൺ ഉണ്ടല്ലോ. അപ്പൊ ആദ്യം പറഞ്ഞു ഇത് സേഫ് സോൺ വിട്ട് ബ്രേക്ക് ചെയ്ത് ഒരു യാത്രയായിരിക്കും. അപ്പോൾ ഇത് വിജയിച്ചാൽ അടുത്തതിലേക്ക് പോകുമെന്ന് പറഞ്ഞു. പക്ഷെ അതല്ലാതെ ഇപ്പോൾ ഒരു ഇമോഷൻ അല്ലാതെ വേറെ ഒരുപാട് ജോണേഴ്സ് ഉണ്ട്. മലയാളത്തിലെ ലുക്ക് വെച്ചിട്ടില്ല, ലുക്ക് വെച്ച് ഏത് ജോണർ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് മലയാളം ഓൾറെഡി തെളിയിച്ചു. അപ്പോൾ ഈ ഹീറോ ഗെറ്റ് അങ്ങനെ ബാക്കിയുള്ള ജോണറുകൾക്കുള്ള എക്സ്പീരിയൻസ് ഇനി ഉണ്ടാവുക. ഓൾറെഡി കുറച്ച് സിനിമകൾ ഇങ്ങനെ ലൈനപ്പിലുള്ളതുണ്ട്. അതിൽ തന്നെ ഈ പറഞ്ഞ എന്നെ ഇതുവരെ കണ്ട് ഇഷ്ടപ്പെട്ട അതേ ജോണറിലുള്ള സിനിമകളാണ് ഇപ്പൊ നിവിൻ ചേട്ടൻ്റെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അഭിനയിച്ചിട്ട് വരികയാണ്. അപ്പോൾ അതുണ്ട്. പിന്നെ ഞാനും അമിതയും കൂടി ഉള്ളൊരു സിനിമയുണ്ട്, ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷനിൽ ഡിനോയ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ. ഇത് രണ്ടും അല്ലാതെ ഞാൻ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ സിനിമകളും ഞാൻ മുമ്പ് ചെയ്തിട്ടില്ലാത്ത ജോണറിലുള്ള സിനിമകളാണ്. മെഡിക്കൽ മിറാക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്യുന്നുണ്ട്. പിന്നെയും 1-2 പരിപാടികൾ ഇങ്ങനെ പുറത്ത് പറയാൻ ആവണുള്ളൂ. അപ്പോൾ അഭിനയിച്ച് കഴിഞ്ഞതും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും ഡിഫറെൻറ്റ് പരിപാടികൾ ട്രൈ ചെയ്തിട്ടുണ്ട്. നന്നായി വരുമ്പോൾ വിചാരിക്കുന്നു. സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുമ്പോൾ പിന്നീട് അത് ചർച്ച ചെയ്യപ്പെടും. ഈ വലിയ ചർച്ചയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് മുൻകൂട്ടി കാണാറുണ്ട്. ഇല്ല, നമുക്കത് ആയേക്കും എന്ന് തോന്നാറുണ്ടെന്നുള്ളതല്ലാതെ ഇത് ചർച്ച ചെയ്യപ്പെട്ടു. കാരണം നമ്മളൊരു പത്രവാർത്തയും സിനിമയും തമ്മിലൊരു വ്യത്യാസമുണ്ടല്ലോ. ഒത്തിരി സിനിമയ്ക്ക് പത്രവാർത്തയുടെ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഒരു പത്രവാർത്തയെ ഞങ്ങളുടേതായ രീതിയിൽ പറയുന്നതാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കൊരു ഫോട്ടോഗ്രാഫും പെയിന്റിങ്ങും തമ്മിലുള്ള വ്യത്യാസമാണ്. നമുക്കൊരു കാര്യത്തെ ഫോട്ടോഗ്രാഫ് എടുത്ത് ചെയ്താൽ ആസ് ഇറ്റ് ഇസ് ആ വിഷയം നമ്മൾ പറയുകയാണ്. പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടേതായ ചില നിറങ്ങളും നമ്മളുടേതായ ചില ഡെഫിനേഷൻസിനും അത് കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ സമീപിച്ചിരിക്കുന്നത്. കാരണം ആ പത്രവാർത്തയേക്കാൾ ഉപരി ഞങ്ങളെ ആകർഷിക്കുന്നത് അതിന്റെ പിന്നിലുള്ള മനുഷ്യരെ ഗോത്രൂ ചെയ്ത വികാരങ്ങളെയാണ്. അതാണ് ഞങ്ങളെ ബേബികൾ എഴുതാൻ കുറച്ച് പ്രചോദനമായത്. അപ്പോൾ ഇത് ചർച്ചയാകുന്നത് അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ്. ബേസിക്കലി ആൾക്കാരിലേക്ക് ടച്ച് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രഥമ ആഗ്രഹം. ഇത്തരം സബ്ജക്റ്റുകളൊക്കെ എഴുതാൻ
താങ്കളെ പോലുള്ളവർക്ക് കഴിവുള്ളതാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത്. അത്തരം സബ്ജക്റ്റിലേക്ക് താങ്കളൊന്ന് മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അതിൽ ഏറ്റവും ഒരു ഉദാഹരണമാണ് നിവിൻ പോളിയെ കുറിച്ച് ഒരു സ്ത്രീ ആരോപണം. നിവിൻ പോളി അന്ന് തന്റെ അടുത്തോടി ആദ്യ ദിവസം തന്നെ പറഞ്ഞു ഞാൻ നിരപരാധിയെന്ന് പറഞ്ഞ ഒരു വ്യക്തി, ഏക വ്യക്തി മലയാള സിനിമയുടെ അദ്ദേഹം മാത്രമാണ് പറഞ്ഞ വ്യക്തിയാണ്. ഇത്തരം സബ്ജക്റ്റുകൾ കൊണ്ടുവരാൻ താങ്കളെ പോലുള്ളവർക്ക് കഴിയേണ്ടതാണ്, കഴിയുമോ? ഉണ്ടായേക്കാം എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മളൊരു കഥയിലേക്ക് വരുന്നത് എപ്പോഴും ഇൻസ്റ്റിങ്റ്റ് ആണ്. നമ്മുടെ ഹൃദയത്തിൽ എന്തോ ഒരു കാര്യം ടച്ച് ചെയ്തു. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ കണ്ടു, അത് എല്ലാം നമ്മൾ സിനിമയിലൂടെ ഒരു മുദ്രാവാക്യം പോലെ പറയണം എന്ന രീതിയിലല്ല സിനിമയെ സമീപിക്കുന്നത്. ഇത് ഒരു ഇമോഷനും കാര്യങ്ങൾ, ഇമോഷണൽ ട്രാവൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് സമീപിക്കുന്നത്. പക്ഷെ അതിനകത്ത് ആ സിനിമയോടുകൂടി തീരുന്നതല്ലാത്ത എന്തെങ്കിലും ഉണ്ടായാൽ കൊള്ളാം എന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ താങ്കൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ രീതിയിൽ ഞങ്ങൾ എന്തെങ്കിലും രീതിയിൽ ടച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾ ആ കഥ ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ചെയ്തേക്കാം. ഇപ്പോൾ അതിനൊരു ക്ലിനിക്കലായിട്ടൊരു ആൻസർ പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് നമ്മുടെ എല്ലാ ടീമിനോടും താങ്ക് യു സോ മച്ച്. നിവിൻ പോളി, നിങ്ങൾ മീഡിയ കംപ്ലീറ്റ് വളരെ ഓപ്പൺ ഹാർട്ടോടെ വരിക, ഫ്രഷ് ആയിട്ട് ഈ സിനിമ കാണാൻ, വലിയ എക്സ്പെക്ടേഷനോടെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ വളരെ ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ സിനിമ വർക്ക് ചെയ്തെല്ലാവരും സോ ഓവർവെൽമിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും, ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റാവുന്ന, ഫാമിലി ആയിട്ട് വരാൻ പറ്റാവുന്ന, ഫ്രണ്ട്സ് ആയിട്ട് വരാൻ പറ്റാവുന്ന, എല്ലാവർക്കും അവരുടേതായ ചെറിയ ചെറിയ പാർട്സ് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു സിനിമ കൂടിയാണ്. സോ കാണണം, വിജയിപ്പിക്കണം, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. ഒരു ഫോട്ടോ അജ്മലിന്റെ സ്ഥിരം നമ്പറാ. കുറച്ച് ചേച്ചി കുറച്ച് അടുത്ത് തന്നെ, കുറച്ച് ചേർന്ന്, കുറച്ചുകൂടെ ചേർന്ന് ചേച്ചി. ഒരു കാര്യം കൂടെ, നമ്മുടെ ബേബി ഗേൾ ആയിട്ട് വന്ന ഭാവിയെ കൂടെ ഒന്ന് ക്ഷണിക്കുകയാണ്, അതിന്റെ പേരൻസിനെ കൂടെ ക്ഷണിക്കുകയാണ്. അഖിൽ ആൻഡ് വൈഫ് ബേബി ഗേളിനെ കാണിക്കൂ വീഡിയോ. സത്യം പറഞ്ഞ അഖിലിന് ഒരു 2 വാക്ക് പറയാൻ ഒരു അവസരം കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇത്രയും കാസ്റ്റ് ആൻഡ് ക്രൂ ഉള്ളപ്പോൾ ഇവരെല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ അഖിലിന് ഒരു ചാൻസ് കിട്ടും. ഇപ്പൊ അതിന് ചാൻസ് കിട്ടി, ഞാൻ മൈക്ക് കൈമാറാണ്. അഖിൽ എന്തൊക്കെയോ പറയാനില്ലേ? ഇതൊന്നും പറയാനില്ല. ഇന്നലെ ഒരു പോസ്റ്റ് ഉണ്ട്, ഞാൻ കുഞ്ഞിനെ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ പൈസയ്ക്ക് വേണ്ടി കൊടുത്തതാണെന്ന് പറഞ്ഞത് പണയം വെച്ചു. അത് ഭയങ്കര, ഞാൻ സിനിമയിൽ വന്നിട്ട് ഞാൻ സാറിൻ്റെ കൂടെ പോയിട്ട് തന്നെ 6-7 വർഷമായി. എന്നുവരെ പൈസയ്ക്ക് വേണ്ടി ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. സിനിമയെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹിക്കുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് ഞാൻ കുഞ്ഞിനെ ഞാൻ ഒരുപാട് അന്വേഷിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ തന്നെ കൊടുത്തത്. സിനിമയെ ഞാൻ അതേപോലെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നു. അപ്പം വൈഫ് തന്നെയാണ് എന്നെ അത് കാണിക്കുമ്പം ഞാനത് പണയം വെച്ചു, പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഞാനൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ് കാണുമ്പോൾ ഭയങ്കര ഉള്ളിനുള്ളിൽ അതാതെ വിഷമമുണ്ട്. പക്ഷേ അങ്ങനെയുള്ള കമൻറ്റുകൾ ഇടാതിരിക്കുക, ഇത് ലൈഫാണ്. താങ്ക് യു സോ മച്ച്. ചേർന്ന് ചേച്ചി കുറച്ചുകൂടെ അടുത്ത്. ഓക്കെ.